അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി താരിഫുകൾക്കെതിരെ ഇന്ത്യൻ വംശജനായ അഭിഭാഷകനും അമേരിക്കയിലെ മുൻ ആക്ടിംഗ് സോളിസിറ്റർ ജനറലുമായ നീൽ കത്യാൽ US സുപ്രീം കോടതിയിൽ വാദിച്ചു. ലോകരാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്ത നീൽ കത്യാൽ 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഉപയോഗിച്ചാണ് എല്ലാ വ്യാപാര പങ്കാളികളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ നികുതികൾ ചുമത്തുന്നതിനെതിരെ US സുപ്രീം കോടതിയിൽ ശക്തമായി വാദിച്ചത്. 1970 മാർച്ച് 12 ഇല്ലിനോയിസിലെ ചിക്കാഗോയിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച നീൽ കത്യാൽ ഡാർട്ട്മൌത്ത് കോളേജിൽ നിന്നും ബിരുദം നേടുകയും US സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് സ്റ്റീഫൻ ബ്രയറിന് വേണ്ടി ക്ലർക്കായി ജോലി ചെയ്യുകയും ചെയ്തു. 2010 പ്രസിഡന്റ് ബറാക് ഒബാമ ആക്ടിംഗ് സോളിസിറ്റർ ജനറലായി അദ്ദേഹത്തെ നിയമിച്ചു. പിന്നീട് സുപ്രീം കോടതിയിലും രാജ്യവ്യാപകമായി അപ്പീൽ കോടതികളിലും ഫെഡറൽ സർക്കാരിനെ പ്രതിനിധീകരിച്ചു. സുപ്രീം കോടതിയിൽ 50ലധികം കേസുകളാണ് കത്യാൽ വാദിച്ച് റെക്കോർഡ് സൃഷ്ടിച്ചത്. കോടതിയിലെ മിന്നൽ വാദങ്ങൾക്ക് ശേഷം കത്യാലിന് കയ്യടികൾ ഉയർന്നു. വിധിയുടെ സന്ദേശം ലളിതമായിരുന്നു. ആകെ 9 ജഡ്ജിമാരിൽ ഇത്തരം ഉന്നത പ്രൊഫൈൽ കേസുകളിൽ പലപ്പോഴും 5 മുതൽ 4 എന്ന അനുപാതത്തിലാണ് വോട്ട് വരാറ്. എന്നാൽ തീരുവ കേസിൽ ഇത് 6 മുതൽ 3 എന്ന അനുപാതത്തിലായിരുന്നു. ട്രംപിനെതിരായി വോട്ട് ചെയ്ത 6 പേരിൽ 2 പേർ ട്രംപ് തന്നെ നിയമിച്ച ജഡ്ജിമാരാണെന്ന് നീൽ CNN നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ലിബർട്ടി ജസ്റ്റിസ് സെന്ററിന്റെ പിന്തുണയോടെ ചെറുകിട ബിസിനസ്സുകാരാണ് കേസ് ഫയൽ ചെയ്തത്. അതേസമയം ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും വേണ്ടി താരിഫുകൾ നിർണായകമാണെന്ന് ട്രംപ് ന്യായീകരിച്ചു. വ്യാപാര കമ്മിയും ഫെന്റനൈൽ ഓവർഡോസും ദേശീയ അടിയന്തരാവസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ കത്യാൽ ഈ വിധിയെ ഭരണഘടനാ നാഴികക്കല്ലായി ചിത്രീകരിച്ചു. നിയമപരമായി ഞങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം US സുപ്രീം കോടതി അനുവദിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസ് ഏതെങ്കിലും ഒരു പ്രസിഡന്റിനെതിരെയല്ല, മറിച്ച് പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചാണ്. അധികാര വികേന്ദ്രീകരണ ബലപ്പെടുത്തുന്നതാണ് വിധി. 250 വർഷമായി നമ്മുടെ സർക്കാരിന്റെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുന്ന നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും കത്യാൽ പറഞ്ഞു. നിലവിൽ മിൽബാങ്ക് LLPയിൽ പങ്കാളിയും ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി ലോ സെന്ററിലെ പോൾ സൗണ്ടേഴ്സ് പ്രൊഫസറുമായ കത്യാൽ ഭരണഘടനാപരവും സങ്കീർണവുമായ അപ്പീൽ വ്യവഹാരങ്ങളിൽ വിദഗ്ധനാണ്. 1965 വോട്ടിംഗ് റൈറ്റ്സ് ആക്ടിന്റെ ഭരണഘടനാ സാധുതയെ പ്രതിരോധിക്കുക, ട്രംപിന്റെ 2017 യാത്രാ നിരോധനം, പ്രധാന പരിസ്ഥിതി, ദേശീയ സുരക്ഷാ തർക്കങ്ങളിലെ വിജയം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മുൻകാല കേസുകൾ. നീൽ കത്യാൽ ട്രംപ് നിയമിച്ച ജഡ്ജിമാരിൽ 2 പേർ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് വിധിയിൽ നിർണായകമായെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയിൽ US പ്രസിഡന്റിനെതിരെ കേസ് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രസിഡന്റ് അങ്ങേയറ്റം തീവ്രമായ നിലപാടുകളാണ് എടുത്തിരുന്നത്. അത് ഞങ്ങൾക്ക് ഗുണകരമായി. ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്: ഭരണഘടനയിൽ. പ്രസിഡൻഷ്യൽ അധികാരത്തിന്മേലുള്ള ഭരണഘടനയുടെ അധികാരത്തെ നിർവചിക്കുന്ന അംഗീകാരം എന്നാണ് നീൽ ഈ വിധിയെ വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.